എല്ലാ അന്ധകാരത്തിന്റെ മൂടുപടങ്ങളെയും സ്വർഗത്തിന് ഭൂമിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ രാത്രികാലം ഞാൻ ശാസിച്ച് ജയമെടുക്കുകയാണ്. സ്വർഗീയ വെളിച്ചം രാത്രികാലം ആമേനിന്റെ ജനത്തിന് മേലിറക്കി വസിക്കട്ടെ. സ്വർഗീയ പ്രകാശം രാത്രികാലം നിന്റെ ജനത്തിന് മേലിറക്കി വരട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായി ഞങ്ങളുടെ കർത്താവേ, ഈ നല്ല രാത്രികാലത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് അടുത്ത് വരുവാന്, അവിടുത്തെ സന്നിധാനത്തിൽ മുട്ടുമടക്കുവാന്, അവിടുത്തെ മുഖത്തേക്ക് നോക്കുവാന് ഒരുക്കിയ സാവകാശനായിട്ട് നന്ദിയുടെ ഹൃദയത്തോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. കാലം അതിന്റെ അന്ത്യത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ കർത്താവേ, ആമേ, നിന്റെ വരവിങ്കൽ പ്രത്യാശയുള്ളവരായി നിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്നവരായി തീരുവാന് സ്വർഗത്തിലെ ദൈവമേ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. കടന്നു വരുവാൻ ആഗ്രഹിച്ചു വഴിയാതല്ലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എത്രയും വേഗം അവിടുന്ന് കൂട്ടി വരുത്തണമേ. നിന്റെ ജനം ഒരുമിച്ച് കടന്നു വന്ന് സത്യത്തിലും ആത്മാവിനും കർത്താവിനെ ആരാധിച്ച് ബലപ്പെട്ട് ശക്തിയോടെ വിടുതലോടെ കൃപയോടെ ഈ രാത്രി കാലം അടക്കുവാന് എല്ലാവരെയും സഹായിക്കണമേ. പാടുവാനും ആരാധിപ്പാനും നിന്റെ ജനത്തെ കർത്താവേ അവിടുന്ന് ശക്തീകരിക്കണമേ. ആരാധനയുള്ള വിടുതൽ ഇന്ന് രാത്രികാലം അക്ഷരീയമായി അനുഭവിക്കുവാന് സ്വർഗമേ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. അവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുമെന്നുള്ള ദൈവത്തിന്റെ വചന പ്രകാരം പരിശുദ്ധ മണ്ഡലങ്ങളിലേക്ക് ചിറകടിച്ച് കയറുവാൻ ദർശനങ്ങളെ കാണും, വെളിപ്പാടുകളെ പ്രാപിപ്പാൻ കൃപാവരങ്ങൾ ആചരിക്കപ്പെടുവാന് ഈ രാത്രികാലം അവിടുത്തെ ശക്തി ഞങ്ങളുടെ പകരണമേ. സൂക്ഷികളെല്ലാം അനുഗ്രഹമാക്കി തീർക്കണമേ. ജനത്തിൽ കൊടുക്കേണ്ട ദൂതികൾ ആലോചനകൾ ആത്മനിറവോടെ പ്രസ്താവിപ്പാന് അടിനെ അവിടുന്ന് ശക്തീകരിക്കുമാറാകണമേ. ഭക്ഷിച്ചാരാച്ച് ബലപ്പെട്ട് പശുക്കിടാങ്ങളെ പോലെ തുള്ളിച്ചാടി കടന്നു പോകുന്ന അവസ്ഥയിൽ ഈ രാത്രികാലം ഇവിടുന്ന് കടന്നു പോകുവാന് സ്വർഗമേ അവിടുന്ന് സഹായിക്കണം. അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. അമ്മ ഓമനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മയോമനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. അമ്മയോമനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മയോമനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. കാൽ കല്ലിൽ തട്ടാതെ നാട് വീണു പോകാതെ തൻ ദൂതരുണ്ട് കാവലായി. കാൽ കല്ലിൽ തട്ടാതെ നാട് വീണു പോകാതെ തൻ ദൂതരുണ്ട് കാവലായി. ഉള്ളം കാലത്തിൽ എന്നെ വരച്ചിരിക്കുന്നതാ എനിക്കേതും ഭയമേയില്ല. ഉള്ളം കാലത്തിൽ എന്നെ വരച്ചിരിക്കുന്നതാ എനിക്കൊരു ഭയമേയില്ല. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ
അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മയോമനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. എൻ മുഖം പാടില്ല, ലജ്ജിതനായി തീരില്ല, നിന്ദിച്ചവരുടെ മധ്യത്തിൽ. എൻ മുഖം പാടില്ല, ലജ്ജിതനായി തീരില്ല, നിന്ദിച്ചവരുടെ മധ്യത്തിൽ. വരും കാലമൊക്കെയും എൻ തലയുയർത്തി നടത്തിടും അന്ത്യം വരെ. വരും കാലമൊക്കെയും എൻ തലയുയർത്തി നടത്തിടും അന്ത്യം വരെ. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. അമ്മയോമനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മയോമനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. എൻ നാഥൻ വരവിൽ ലക്ഷണങ്ങൾ കാണുന്നേ, അന്ത്യകാല സംഭവങ്ങളാ. എൻ നാഥൻ വരവിൽ ലക്ഷണങ്ങൾ കാണുന്നേ, അന്ത്യകാല സംഭവങ്ങളാ. എന്ന നിറച്ചീടാ കാത്തുകാത്തിരുന്നിടാ എന്നെ പ്രിയൻ വരവിനായി. എന്ന നിറച്ചീടാ കാത്തുകാത്തിരുന്നിടാ എന്നെ പ്രിയൻ വരവിനായി. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. അമ്മയോമനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മയോമനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. കാൽ കല്ലിൽ തട്ടാതെ താൻ വീണു പോകാതെ ദൂതരുണ്ട് കാവലായി. കാൽ കല്ലിൽ തട്ടാതെ ഞാൻ വീണു പോകാതെ ദൂതരുണ്ട് കാവലായി. ഉള്ളക്കാരത്തിലെന്നെ വരച്ചിരിക്കുന്നതാ എനിക്കേതും ഭയവേയില്ല. ഉള്ളക്കാരത്തിലെന്നെ വരച്ചിരിക്കുന്നതാ എനിക്കേതും ഭയവേയില്ല. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. അമ്മയോമനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മയോമനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. എൻ നാഥൻ വരവിൽ ലക്ഷണങ്ങൾ കാണുന്നേ, അന്ത്യകാല സംഭവങ്ങളാ. എൻ നാഥൻ വരവിൽ ലക്ഷണങ്ങൾ കാണുന്നേ, അന്ത്യകാല സംഭവങ്ങളാ. എന്നെ വിറച്ചിടാം, കാത്തുകാത്തിരുന്നിടാം എന്നെ പ്രിയൻ വരവിനായി. എന്നെ വിറച്ചിടാം, കാത്തുകാത്തിരുന്നിടാം എന്നെ പ്രിയൻ വരവിനായി. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി എന്റെ പ്രാണനായകനേശു. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. അമ്മയോമനിക്കുമ്പോൾ അപ്പൻ താലോലിക്കും
നടത്തും. അമ്മയോ മരിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി 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 നടത്തും. അമ്മയോ മരിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ Oh
ശക്തികൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സഭയാൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ deliverance in the name of Jesus. Deliverance in the name of Jesus. Deliverance in the name of Jesus. പാടാനേറെ കാരണമുണ്ട്, ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയാ ഹല്ലേലൂയാ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്, ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയാ ഹല്ലേലൂയാ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. ഹല്ലേലൂയാ ഹല്ലേലൂയാ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ നമ്മുടെ യേശു ജീവിക്കുന്നു. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ലഭിച്ചതോ ഉള്ളിൽ പോലും നനച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ലഭിച്ചതോ ഉള്ളിൽ പോലും നനച്ചതല്ല. നീ എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിരുന്നു. നീ എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിരുന്നു. ഓ ഹല്ലേലൂയാ ഹല്ലേലൂയാ നമ്മുടെ യേശു ജീവിക്കുന്നു. നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ നമ്മുടെ യേശു ജീവിക്കുന്നു. ഉറ്റോരും മുടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞങ്ങു രസിച്ചപ്പോഴും.
കുറ്റൊരു മുടയോരും തള്ളിക്കളഞ്ഞു. കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ശബ്ദത്തോടെ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. സന്തോഷത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഉന്നത വിളിയാൽ വിളിച്ചു നമ്മെ, ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ. ലഭിച്ചതോ ഉള്ളിൽ പോലും നിലച്ചതല്ല. നിലയ്ക്കാത്ത സ്നേഹത്തെ ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ. ലഭിച്ചതോ ഉള്ളിൽ പോലും നിലച്ചതല്ല. ദയതോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ. ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ദയതോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ. ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. കുറ്റൊരു മുടയോരും തള്ളിക്കളഞ്ഞു. പറഞ്ഞു രസിച്ചപ്പോഴും ഒരു മുടയോരും രസിച്ചപ്പോഴും നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. 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 പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, ഒരു കാറ്റായി വീശണമേ, നദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, ഒരു കാറ്റായി വീശണമേ, നദിയായി ഒഴുകണമേ. പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിരണമേ, കൊടുങ്കാറ്റായി വീശണമേ, നദിയായി ഒഴുകണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. ഓ തീ പോലെ ഇറങ്ങണമേ, പോലെ ഇറങ്ങണമേ,
ഞാൻ കാണുന്നു ആഹാബ് വിറച്ച പോലെ മഴയാൽ വീഴണമേ പ്രാർത്ഥനയിൽ ഒരു സൈനികം ഞാൻ കാണുന്നു ആഹാബ് വിറച്ച പോലെ മഴയാൽ വീഴണമേ നീ പോലെ ഇറങ്ങണമേ ഉയരത്തിലെ ശക്തി ഉയരത്തിലെ ശക്തി എല്ലാ ശക്തികളെ
അത്യുന്നതനായവൻ, സർവബലവനായവൻ, സർവശക്തനായവൻ. ഹല്ലേലൂയ. ഓ, ഈ രാത്രികാലം നമ്മുടെ മധ്യമുള്ളതിനാൽ നമുക്ക് അവനെ മഹത്വപ്പെടുത്താം. അവിടുത്തെ കരങ്ങളിലേക്ക് ഈ രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ദൈവമേ നീ മാത്രം ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനായി. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനായി. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനായി. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനായി. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനായി. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനായി. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനായി. യേശുനാഥായൻ കർത്തനാം രക്ഷകൻ, ദൂതന്മാരാപകൽ വാഴ്ത്തിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ നേരം എന്നുമെന്നും നീ ആരാധ്യനായി. നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ നേരം എന്നുമെന്നും നീ ആരാധ്യനായി. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനായി. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനായി. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനായി. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനായി. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും
യോഗ്യനായ തമ്പുരാനെ രാത്രികാലം നമ്മുടെ മധ്യയുള്ളതിനാൽ നമുക്ക് അവനെ മഹത്വപ്പെടുത്താം. അവിടുത്തെ സാന്നിധ്യം ഈ രാത്രികാലം നമ്മുടെ പേരിറങ്ങിക്കൊണ്ടിരിക്കുകയാൽ പരിശുദ്ധാത്മാവ് ശക്തിയോട് ഈ രാത്രികാലം നമ്മുടെ പേരോരോരുത്തരുടെ മേലും വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാൽ നമുക്ക് അവനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഉന്നതങ്ങളിൽ അധിവസിക്കുന്നവനായവൻ, ഓ സർവശക്തനായവൻ, സകലത്തിൻ്റെയും ഉടയവനായവൻ, സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചവനായ കർത്താവ്, ഒന്നുമില്ലായ്മ സകലത്തെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയവൻ, മരിച്ചവരെ ജീവിപ്പിക്കുകയുമില്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും അത്യുന്നത സാന്നിധ്യം ഈ രാത്രികാലം നമ്മുടെ മധ്യയുള്ളതിനാൽ പിതാവ് പുത്ര പരിശുദ്ധാത്മാവ ത്രിയേക ദൈവം ഈ രാത്രികാലം നമ്മുടെ മധ്യവിലാവിക്കൊണ്ടിരിക്കുകയാൽ നമ്മെ അനുഗ്രഹിപ്പാൻ, ശക്തീകരിപ്പാൻ, നമുക്ക് വിടുതൽ തരുവാൻ, നമ്മുടെ മേ കൃപ പകരുവാൻ ഈ രാത്രികാലം അരുവനാഥൻ നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുകയോ. തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. രാത്രികാലം എൻ്റെ ദൈവത്തിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവമേ ഒരു പ്രാവശ്യം കൂടി കർത്താവിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ കടന്നു വന്ന് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എൻ്റെ ദൈവം ചെയ്ത എല്ലാ ഉപകാരത്തിനായി ദൈവത്തെ ആഴ്ചക്കാലം ദൈവം ഞങ്ങളെ അവിടെ ഇവിടങ്ങളാൽ സൂക്ഷിച്ചു, പരിപാലിച്ചു. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞ് എൻ്റെ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. പലവിധമായ വേദനകൾ, ശോധനകൾ, ഭാരങ്ങളൊക്കെയും കടന്നു വന്ന സ്ഥാനത്ത് അവിടെയൊക്കെയും പതറിപ്പോകാതെ വീണു പോകാതെ എൻ്റെ കർത്താവ് നിലനിർത്തിയത് ഓർത്ത് എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. നീതിമാനായ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഒരു പ്രാവശ്യം കൂടി ദൈവത്തെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. കടന്നു വന്ന നിമിഷം മുതൽ ഇതുവരെയും ദൈവം ഞങ്ങളെ സൂക്ഷിച്ചു, പരിപാലിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പാടുവാൻ കൃപ തന്നല്ലോ കർത്താവേ, സ്തോത്ര. പ്രാർത്ഥിപ്പാൻ അവിടുത്തെ ശക്തി ഞങ്ങളുടെ മേൽ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ ശക്തിയോടെ പ്രാർത്ഥിപ്പാൻ സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് കൃപ തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്ന ഇവിടെ കുറവുള്ളവർക്കല്ലേ കർത്താവേ. വാക്കില്, പ്രവൃത്തിയില്, ചിന്തയില്, നോട്ടത്തില്, സംസാരത്തില്, കൊടുക്കല്, വാങ്കല്, കേൾവിയില്, നിരൂപത്തില്, പ്രാർത്ഥനാ ജീവിതത്തില് കർത്താവേ വന്നുപോയ എല്ലാ കുറവുകളും എൻ്റെ കർത്താവ് ഇന്ന് രാത്രി കാലടിനോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, താഴ്ത്തി സമർപ്പിക്കുന്നു. നാഥാ, എൻ്റെ ദൈവത്തിൻ്റെ കൃപയെ സാന്നിധ്യം കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കടന്നു വന്നതുപോലല്ലപ്പാ. ഹല്ലേലൂയ. ഇരട്ടി അനുഗ്രഹം പ്രാപിച്ച് മടങ്ങിപ്പോകുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഇന്നത്തെ പാട്ട്, പ്രാർത്ഥന, ഹല്ലേലൂയ, സങ്കീർത്തന, പ്രബോധനങ്ങള് കർത്താവേ, നല്ല സാക്ഷ്യങ്ങളെ എല്ലാം എഴുന്നേൽപ്പിച്ച് ദൈവമേ ദൈവത്തിന് മഹത്വമുള്ള ഒരു ആരാധന ചെയ്യുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. കടന്നു വന്നതിന്റെ ജനത്തെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ. പലവിധമായ ഭാരത്തില്, പ്രയാസത്തില് രോഗികളായി ആരെങ്കിലും ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ കർത്താവേ, പ്രാർത്ഥന കഴിയുമ്പോ എൻ്റെ യേശുവിന്റെ ഹല്ലേലൂയ സന്തോഷത്തോടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്ന നാഥാ, ദേവദാസനെ കുടുംബമായി അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. ദൈവമേ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹല്ലേലൂയ ചിറകിന്റെ മറവിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവദാസിക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ബലപ്പെടുത്തുമാറാകണമേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമേ, സ്തോത്രം, സ്തോത്രം, വരെ ഇന്ന്
ദാസിയെ ബലപ്പെടുത്തി ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവേ. ഈ ആരാധന പ്രാർത്ഥന എല്ലാം യേശുവിന് മഹത്വമാകുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കടന്നു വന്ന് നിന്റെ ജനത്തെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട്. നാട്ടിലായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ പലരും ഉണ്ട് കർത്താവേ. ഇവരൊക്കെ അവിടെ ആയിരിക്കുമ്പോൾ മടങ്ങി വന്ന് സന്തോഷത്തോടെ ഒരുമിച്ച് ആരാധിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആരാധന പ്രാർത്ഥന എല്ലാവരും അനുഗ്രഹമാക്കി തീർക്കണമേ. ദൈവകരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവേ സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളെ അളകൂടാതെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ അപ്പാ പിതാവേ ദൈവമേ, നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന അപ്പാ കർത്താവേ. ഹല്ലേലൂയ. ഈ വെള്ളിയാഴ്ച കർത്താവേ രാത്രി സഭയും കർത്താവേ സഭയായ കുടുംബങ്ങളായി വ്യക്തികളായി കർത്താവേ അങ്ങയുടെ തിരുപാദത്തോട് അടുത്ത് വരുവാൻ സ്വർഗമൊരുത്തിയ അവസരത്തെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അപ്പാ കഴിഞ്ഞ ദിവസങ്ങൾ അതിനടുത്തെല്ലാം കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ചല്ലോ, മാനിച്ചല്ലോ. വരാമെന്ന ആപത്തനത്തിൽ നിന്നെല്ലാം ദൈവം ഞങ്ങളെ വിടുവിച്ചല്ലോ. അപ്പച്ചാ കണ്ണിൻ്റെ കിഷണി പോലെ കർത്താവ് സൂക്ഷിച്ച് പരിപാലിച്ച ദൈവത്തിൻ്റെ വൻ കൃപയെ ഓർത്ത് കർത്താവേ എത്ര നന്ദി പറഞ്ഞാലും മതിയല്ലപ്പാ. ഈ ദൈവസ്നേഹം ഞങ്ങൾ കർത്താവ് രുചിച്ചറിയുവാൻ സ്വർഗ്ഗം ഒരുത്തി തന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ സഭയാ കുടുംബങ്ങളെല്ലാം അങ്ങോട്ട് കരങ്ങളിൽ അനുഗ്രഹിക്കുമാറാകണമേ, സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ രാത്രികാലം കർത്താവേ ഞങ്ങൾക്ക് നല്ല പാട്ടുകൾ തന്നതിനായി സ്തോത്രം കർത്താവേ. ദൈവമേ ഞങ്ങൾ പാടുവാൻ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ നല്ല സങ്കീർത്തനങ്ങളെ അങ്ങ് തരുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന നല്ല സാക്ഷ്യങ്ങളെ ഇന്ന് രാത്രികാലം അങ്ങ് കേൾപ്പിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ. വിവിധ വിഷയങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവേ ഹല്ലേലൂയ ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം ഉണ്ടല്ലപ്പോൾ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഏത് വിഷയത്തിൻ്റെ മേലാണോ ഭാരപ്പെടുന്നത് ആ വിഷയത്തിൻ്റെ മേൽ കർത്താവേ വലിയൊരു വിടുതൽ കർത്താവെ പ്രാപിച്ച് മടങ്ങുവാൻ ഇന്നത്തെ ആരാധനയിൽ കർത്താവ് വിടുതലായി തീരുവാൻ ദൈവമേ അവരുടെ ഭാരം വിട്ടൊഴിഞ്ഞവരായി മാറുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ കർത്താവെ ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളെ കർത്താവെ അവരൊക്കെ ആയിരിക്കരുത് ദൈവം സൂക്ഷിക്കുമാറാകണമേ. ഒരു ശത്രു നോക്കാതോണം കർത്താവെ ഞങ്ങളുടെ ഉള്ളങ്കൽ സൂക്ഷിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തലമുറകളായിരിക്കുന്നിടത്ത് ദൈവം സൂക്ഷിക്കുമാറാകണമേ. വിദൂരങ്ങളൊക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ തലമുറകളുണ്ടപ്പാ അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പച്ചാ ദൈവമേ അവരായിരിക്കുന്നിടത്തെല്ലാം ദൈവം സൂക്ഷിക്കുമാറാകണമേ പ്രാർത്ഥിക്കുന്നു. രാത്രികാലം കർത്താവെ ഒരിക്കൽ കൂടി സഭയെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ ഹാൽ ഞങ്ങളുടെ ദൈവദാസനായി കുടുംബത്തിനായി സ്തോത്രം കർത്താവെ ദാസനെ ദൈവം ബലപ്പെടുത്തുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആരാധന എല്ലാം വലിയ അനുഗ്രഹമായി വിടുതലായി തീരുവാൻ സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും കർത്താവെ കടന്നു വരാതെ ഭവനത്തിലായിരിക്കുന്നെങ്കിൽ കർത്താവെ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ സഹായിക്കുമാറാകണമേ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി കർത്താവെ സഭയമുറ്റമായ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇന്ന് രാത്രികാലം സ്വർഗം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. എല്ലാവർക്കും വീണ്ടും ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഹല്ലേലൂയ രാത്രികാലത്തെ മീറ്റിങ്ങിൻ്റെ തുടർന്നുള്ള അനുഗ്രഹത്തിനായിട്ട് 61-ാം സങ്കീർത്തനം വാക്യം പ്രതിവാക്യമായി വായിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. സാം 61 61-ാം സങ്കീർത്തനം 61. ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. നീ എനിക്കൊരു സങ്കേതവും ശത്രുവിന്റെ നേരെ ഉറപ്പുള്ള ഗോപുരമായിരിക്കുന്നുവല്ലോ. ഞാൻ നിന്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും, നിന്റെ ചിറകിൻ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും. ദൈവമേ നീ എൻ്റെ നേർച്ചകളെ കേട്ടു, നിന്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം എനിക്ക് തന്നുമിരിക്കുന്നു. നീ രാജാവിന്റെ ആയുസ്സിനെ ദീർഘമാക്കും, അവന്റെ സംവത്സരങ്ങൾ തലമുറ തലമുറയോളം ഇരിക്കും. അവനെന്നേക്കും ദൈവസന്നിധി വസിക്കും, അവനെ പരിപാലിക്കേണ്ടതിന് ദൈവം വിശ്വസ്തയും കൽപ്പിക്കണമേ. അങ്ങനെ ഞാൻ തിരുനാമത്തെ എന്നേക്കും കീർത്തിക്കുകയും എൻ്റെ നേർച്ചകളെ നാൾതോറും കഴിക്കുകയും ചെയ്യും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിൽ താഴ്ന്നിരിക്കാം. സ്തോത്രം. 61-ാം സങ്കീർത്തനം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. ആമേൻ. ഹല്ലേലൂയ. ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന
ശ്രദ്ധിക്കണമേ. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. സ്തോത്രം. ഹല്ലേലൂയ. ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഹൃദയം ക്ഷീണിക്കുമ്പോൾ അടുത്ത് ചെല്ലുവാൻ കഴിയുന്ന ഒരിടം മാത്രമേ ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അത് സർവശക്തനായ ദൈവമാണ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ സ്തോത്രം. ഹല്ലേലൂയ. നാം ആശ്രയിക്കുന്ന മറ്റ് പലരും ഒരുപക്ഷെ നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നമ്മെ സഹായിപ്പാൻ കാണുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ലോകത്തിൻ്റെ ഏത് കോണിലായിരുന്നാലും സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പ്രാർത്ഥിക്കുമ്പോൾ ഉച്ചത്തിലുള്ള നിലവിളി കേട്ട് നിലവിളിക്ക് മറുപടി തരുന്ന നമ്മുടെ കർത്താവ് ഇന്ന് രാത്രിക്കാലം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം നമുക്ക് അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ജനം വിളിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ ജനം നിലവിളിച്ചാൽ, ദൈവത്തിൻ്റെ ജനം ആശ്രയിച്ചാൽ, ദൈവത്തിൻ്റെ ജനം കരഞ്ഞാൽ, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇത്രത്തോളം മറുപടി തന്ന് മാനിക്കുന്ന, ആമേൻ. സ്തോത്രം. ലോകത്തിൽ വേറൊരു ജാതിയുമില്ല, വേറൊരു ദൈവവുമില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം കഴിച്ച് കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ദൈവത്തിൻ്റെ ജനം ഇതിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസത്തോടെ പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും അത് ലഭിക്കും. ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ബർത്തിമായി നമുക്കറിയാം. ഹല്ലേലൂയ. സ്തോത്രം. മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം 46-ാം വാക്യമാണ്. സ്തോത്രം. വായിച്ചാട്ട് ബർത്തിമായി. ഹല്ലേലൂയ. ആമേൻ. യെരിഹോവിലെത്തി അവർ ശിഷ്യന്മാരുടെ വലിയ പുരുഷാർത്ഥവും കൂടെ എരിഹോവിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തിമായുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികയിരുന്നിരുന്നു. ആമേൻ. എരിഹോ പട്ടണത്തിന് പുറത്ത് വഴിയരികയിരുന്ന് ആമേൻ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്ന കുരുടനായ ബർത്തിമായി. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ പൈതലേ സ്തോത്രം. ആമേൻ. ഒരു പക്ഷേ നീ ആലയത്തിലായിരിക്കുകയല്ല ഇരിക്കുന്നത്. ആമേൻ. സ്തോത്രം. പുറത്ത് വഴിയരികയാണ് ഇരിക്കുന്നത് എങ്കിലും സ്തോത്രം. ഹല്ലേലൂയ. നീ സ്തോത്രം സർവശക്തനെ സർവശക്തനെന്നുള്ള മാന്യതയോടുകൂടെ ബഹുമാനത്തോടുകൂടെ ആശ്രയത്തോടുകൂടെ നിലവിളിച്ച നിനക്ക് വേണ്ടി എത്ര തിക്കിൻ്റെ ഇടയിലും തിരക്കിൻ്റെ ഇടയിലും ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ആമേൻ. സ്തോത്രം. ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എനിക്കറിയത്തില്ല യെരിഹോവിൻ്റെ പുറത്ത് ജീവിച്ചിരുന്ന കുരുടനായ ബർത്തിമായിക്ക് ഈ ദർശനം എവിടെ നിന്ന് ലഭിച്ചു. സ്തോത്രം. വേദപുസ്തകത്തിൽ ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല. അവൻ സ്തോത്രം യഹൂദനായിരുന്നു എന്ന് തന്നെ അറിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. യെരിഹോവിന് പുറത്തിരുന്ന ആമേൻ. യെരിഹോ പട്ടണം ശപിക്കപ്പെട്ട പട്ടണമാണ്. ശപിക്കപ്പെട്ട പട്ടണത്തിൻ്റെ പുറത്ത് വഴിയരികെ ഇരുന്ന സ്തോത്രം ബർത്തിമായുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുന്ന ദൈവം ജീവിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രികാലം എൻ്റെ നിൻ്റെ കുറവുകൾ ഓർക്കാതെ, കുറ്റങ്ങൾ ഓർക്കാതെ, ഹല്ലേലൂയ, ഞാനും നീയും അനുതാപ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിന് കടുത്തു ചെല്ലുന്നു എങ്കിൽ സ്വർഗത്തിൽ നിന്ന് മറുപടി തന്ന് നിന്നെ മാനിക്കുവാൻ അവൻ ശക്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇസ്മായേലിൻ്റെ നിലവിളി കേട്ട സ്തോത്രം മരുഭൂമിയിൽ ഉറവ തുറന്ന ഒരു ദൈവം ഇന്ന് രാത്രികാലം ജീവിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്വന്തം അപ്പൻ സ്തോത്രം. ഹല്ലേലൂയ. അമ്മയും തന്നെയും ഒരു തുരുത്തി വെള്ളവും കൊടുത്ത് സ്തോത്രം. ഹല്ലേലൂയ. മരുഭൂമിയിലേക്ക് പറഞ്ഞു വിടുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ നമുക്ക് തോന്നാം മനുഷ്യൻ എത്ര ക്രൂരനാണെന്ന്. ആമേൻ.
സ്തോത്രം. സകല ജാതികളുടെയും പിതാവെന്ന് സ്തോത്രം. ഹല്ലേലൂയ. ബഹുമാനത്തോടെ വിളിക്കപ്പെടുന്ന അബ്രഹാം സ്തോത്രം. ഹല്ലേലൂയ. തൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ ദാസിയാണ് എങ്കിലും തൻ്റെ ഭാര്യയെയും തൻ്റെ കുഞ്ഞിനെയും പിടിച്ചിറക്കി സ്തോത്രം. ഹല്ലേലൂയ. മരുഭൂമിയിലേക്ക് പറഞ്ഞയക്കുകയാണ് സ്തോത്രം. കാരണം എന്താണെന്നറിയാമോ? ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം അബ്രഹാം അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. പിന്നെയോ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ദാസിയെയും പൈതലിനെയും പുറത്താക്കുവാൻ സ്തോത്രം. ഹല്ലേലൂയ. യാതൊരു ദാക്ഷിണ്യവും കാണിച്ചില്ല. ആമേൻ സ്തോത്രം. യാതൊരു മനസ്സലും ആമേൻ കാണിച്ചില്ല. യാതൊരു ദയയും തോന്നിയില്ല. എന്നാൽ ഹല്ലേലൂയ അബ്രഹാമിന് നിശ്ചയമുണ്ടായിരുന്നു സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. എവിടെ ഹല്ലേലൂയ അവളെ പറഞ്ഞയച്ചാലും അവളെയും കുഞ്ഞിനെയും പരിപാലിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് സ്തോത്രം. പ്രൈസ് ലോർഡ്. മരുഭൂമിയിൽ കടന്നു എന്ന് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. കയ്യിലിരുന്ന വെള്ളം തീർന്ന് കുഞ്ഞ് ദാഹം കൊണ്ട് നിലവിളിക്കുകയാണ് സ്തോത്രം. വചനം പരിശോധിച്ച് നോക്കിയാൽ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഇസ്മായേലിൻ്റെ നിലവിളി കേട്ട് ആമേൻ ഒരു ഉറവ മരുഭൂമി തുറന്ന പോലെ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ നിനക്ക് വേണ്ടി ഒരു ഉറവ തുറക്കുവാൻ കഴിയുന്നവനായ ഒരു ദൈവം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. നിന്റെ സാഹചര്യങ്ങളെ നോക്കേണ്ട ആവശ്യമില്ല. നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിപ്പാൻ കഴിവുള്ളവനായ ഒരു ദൈവത്തെയാണ് ഞാനും നീയും വിളിച്ചപേക്ഷിക്കുന്നത് സ്തോത്രം. സാമ്യ സാഹചര്യങ്ങളൊക്കെയോ എത്ര എതിരായിരുന്നാലും എത്ര പ്രതികൂലത്തിൻ്റെ അവസ്ഥയിലായിരുന്നാലും അതിൻ്റെ നടുവിലും ഹല്ലേലൂയ വഴി തുറപ്പാൻ കഴിവുള്ളവനായ ആ തമ്പുരാൻ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ നിനക്ക് മാത്രമല്ല നിന്റെ കൂടെയുള്ള സകലത്തിനും ദാഹം തീർക്കത്തക്കവണ്ണം നിനക്ക് വേണ്ടി ഉറവ തുറന്നു തരുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നീയും വിളിച്ചപേക്ഷിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. 430 സംവത്സരം ഹല്ലേലൂയ ആമേൻ ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ അടിമകളായി പാർക്കുമെന്ന സ്തോത്രം. ഹല്ലേലൂയ. അബ്രഹാമിനോട് ദൈവം അരുളിച്ചത് പ്രകാരം 430 വർഷം തികഞ്ഞ ആ ദിവസം തന്നെ ദൈവം അവരെ പുറപ്പെടുവിക്കുവാൻ ഇറങ്ങിച്ചെന്ന് സ്തോത്രം. അവരുടെ നിലവിളി കേട്ടു സ്തോത്രം. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ കഷ്ടതകളെ ദൈവം കണ്ടു സ്തോത്രം. ആമേൻ. തൻ്റെ ജനത്തിൻ്റെ കഷ്ടത കാണുന്ന തൻ്റെ ജനത്തിൻ്റെ നിലവിളി കേട്ട് അവരെ വിടുവിക്കുന്ന ഒരു ദൈവം, അവർക്ക് വേണ്ടി രക്ഷകനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രികാലം ആമേൻ സ്തോത്രം നിനക്ക് സഹായമായി മറ്റാരുമില്ല എങ്കിലും ഒരുവനെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. നിന്റെ വിടുതലിന് വേണ്ടി നിന്നെ സപ്പോർട്ട് ചെയ്യുക, നിന്നെ റെക്കമെൻഡ് ചെയ്യുവാൻ ഹല്ലേലൂയ ഒരുവൻ നിനക്ക് വേണ്ടി എഴുന്നേൽക്കുകയാണ്. ശത്രു എത്ര തന്നെ നിനക്കെതിരായി തീർന്നാലും നിന്നെ വിടുവിപ്പാൻ വേണ്ടി ദൈവത്തിൻ്റെ ദൂതനെ നിനക്ക് വേണ്ടി അയച്ചിരിക്കുക. ഉടലമരക ശന്തന ബൗഡമനരികമനാദകരാജല ചൂടാമനക സീകാദരാജല ഉടമനകതല ഭൗഷ്യമനകരാതലവ. ഹല്ലേലൂയ. ആമേൻ. 3-4 വാക്യങ്ങളൊന്ന് വായിച്ചാട്. നീ എനിക്കൊരു സങ്കേതവും ശത്രുവിന്റെ നേരെ ഉറപ്പുള്ള ഗോപുരമായിരിക്കുന്നല്ലോ. ഞാൻ നിന്റെ കൂടാരത്തിലേക്കും വസിക്കും. നിന്റെ ചിറകിൻ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും. കോഴി തൻ്റെ കുഞ്ഞു കോഴിയെ ചിറകടിക്കുള്ളിൽ മറച്ചു സൂക്ഷിക്കുന്ന പോലെ മറച്ചു സൂക്ഷിക്കുന്ന ഒരു തമ്പുരാന് എനിക്ക് നിനക്കുമുണ്ട് സ്തോത്രം. ഹല്ലേലൂയ. പെറ്റമ്മ മറന്നു കളഞ്ഞാലും മറന്നു കളയാത്തൊരു ദൈവം നമുക്കുണ്ട്. നമ്മുടെ അപ്പനായി നമ്മുടെ അമ്മയായി ഇന്ന് രാത്രികാലം അവൻ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. റാഞ്ചൻ പക്ഷികൾ റാഞ്ചിക്കൊണ്ടുപോകുന്ന
പോകുവാൻ അനുവദിക്കാതെ വണ്ണം ഒരു തള്ളക്കോഴി തൻ്റെ കുഞ്ഞു കോഴിയെ ചിറകടിക്കുള്ളിൽ മറച്ച് സൂക്ഷിക്കും പോലെ നിന്നെ മറയ്ക്കുന്നവൻ, നിന്നെ സൂക്ഷിക്കുന്നവൻ ഇന്ന് രാത്രി കാലം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ആമേൻ. നീ അവനെ വിളിച്ചപേക്ഷിക്കുന്നുവെങ്കിൽ, അവൻ്റെ സന്നിധിയിൽ നിലവിളിക്കുവാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ, നീ ഒന്ന് കരയുന്നുവെങ്കിൽ, നിന്റെ ഹൃദയം തകരുവാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നു എങ്കിൽ, ഹല്ലേലൂയ. ഓ റിഖമനഗദല പൗഡമന റിഖമനഗശരദരവ വജ്രം പോലെ കഠിനമായിരിക്കുന്ന നിന്റെ ഹൃദയത്തിൻ്റെ കാഠിന്യത്തെ ഒന്ന് മാറ്റിത്തരുവാൻ ഇന്ന് രാത്രി കാലം നീ ദൈവത്തോട് അപേക്ഷിക്കുന്നുവെങ്കിൽ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപത്ത്, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന തമ്പുരാ. യോ ഈ രാത്രി കാലം നിന്റെ വിടുതലായി ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഹൃദയങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ലല്ലോ. ആമേൻ. ഹല്ലേലൂയ. സങ്കീർത്തനം 62:7 വായിച്ചാട്ട് സ്തോത്രം. എന്റെ രക്ഷയും എന്റെ മഹിമയും ദൈവത്തിന്റെ പക്കലാകുന്നു. എന്റെ ഉറപ്പുള്ള പാറയും എന്റെ സങ്കേതവും ദൈവത്തിങ്കലാകുന്നു. എന്റെ രക്ഷയും എന്റെ മഹിമ, എന്റെ ഗ്ലോറി, ആമേൻ, സ്തോത്രം, അതെന്റെ ദൈവത്തിന്റെ പക്കലാ. സ്തോത്രം. എന്നെ ഉയർത്തുന്നത് ഈ ലോകത്തുള്ള ആരുമല്ല. എന്നെ ഉയർത്തുന്നത്, എനിക്ക് പുകഴ്ച തരുന്നത്, എനിക്ക് സ്തുതി തരുന്നത്, എനിക്ക് മഹിമ തരുന്നത്, എനിക്ക് പ്രശംസ തരുന്നത് ഈ ലോകത്തുള്ള ഒരു വ്യക്തിയുമല്ല. പിന്നെയോ എൻ്റെ രക്ഷ, എൻ്റെ മഹിമയും സ്വർഗത്തിലെ ദൈവമാണ്. ആമേ. 46:11 വായിച്ചാട്ട് സങ്കീർത്തനം 46:11 സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. സ്തോത്രം. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. സ്തോത്രം. നമ്മോട് കൂടെ ഉള്ളവർ അവരോട് കൂടെ ഉള്ളവരെക്കാട്ടിലും അധികം. സ്തോത്രം. ഹല്ലേലൂയ. അത് കാണുവാൻ നമ്മുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറക്കപ്പെടണം. സ്തോത്രം. ഹല്ലേലൂയ. എലീശയുടെ ദാസനായ ആമേൻ ഗേഹസിയുടെ കണ്ണ് തുറന്നപ്പോൾ, ആമേൻ, സ്തോത്രം, 1000 രഥങ്ങളും കുതിരകളുമായി, സ്തോത്രം, ഹല്ലേലൂയ, ഒരു പടക്കൂട്ടം, ഹല്ലേലൂയ, അരാബ്യ സൈന്യത്തിനെതിരെ നിൽക്കുന്ന കാഴ്ച അവൻ കണ്ടതുപോലെ ഇന്ന് രാത്രി കാലം വിശ്വാസ കണ്ണുകളാൽ നിനക്കെതിരെ നിൽക്കുന്ന ശത്രുവിനെ തകർത്ത് കളയുവാൻ സ്വർഗത്തിലെ ദൂതന്മാർ ഇറങ്ങി വന്ന് ആമേ നിനക്ക് വേണ്ടി നിലകൊള്ളുന്ന കാഴ്ച ഇന്ന് രാത്രി കാലം വിശ്വാസ കണ്ണുകളാൽ ഞാൻ നീ കാണണം. സ്തോത്രം. ഹല്ലേലൂയ. ആമേ. സ്തോത്രം. വിശ്വസിക്കുന്നു എങ്കിൽ അടയാളങ്ങൾ നടക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നുവെങ്കിൽ ഈ അടയാളങ്ങൾ നടക്കും. ആമേൻ. വിശ്വസിക്കുന്നെങ്കിൽ രോഗികൾ സൗഖ്യമാകും. ഇന്ന് രാത്രിക്കാല രോഗികളായിട്ട് ഇവിടെ കടന്നു വന്നിട്ട് ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, രോഗിയായിട്ട് മടങ്ങുവാൻ എന്നെക്കുറിച്ച് നിന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളിച്ചതവനായ കർത്താവ് ഇന്ന് രാത്രികാലം നിന്റെ ഉച്ച മുതൽ ഉള്ളക്കാൽ വരെ സൗഖ്യമാക്കുവാൻ കഴിവുള്ളവനാണ്. ഹല്ലേലൂയ. വിശ്വസിക്കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. നിന്റെ ക്ഷീണങ്ങളെ മാറ്റുക, നിന്റെ രോഗങ്ങളെ മാറ്റുക, നിന്റെ തളർച്ചകളെ മാറ്റുക, നിന്റെ വേദനകളെ മാറ്റുക, നിന്റെ ജോയിൻസിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും മാറ്റുവാൻ. ഹല്ലേലൂയ. നിന്റെ ശരീരത്തിൻ്റെ ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെയും ആമേ സ്തോത്രം പൈശാചികൻ വിട്ടിരിക്കുന്ന ആമേ രോഗത്തിന് വിത്തുകളെയെല്ലാം ആമേ ഉന്മൂലനം ചെയ്യുവാൻ കഴിവുള്ളവനായ ഒരു ദൈവമുണ്ട്.
ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളിച്ചതവനായ കർത്താവ് ഇന്ന് രാത്രികാലം അവന്റെ സൗഖ്യത്തിന്റെ കരം ഹല്ലേലൂയ നമ്മുടെ മേൽ നീട്ടിക്കൊണ്ടിരിക്കുക. നമുക്ക് അവനെ മഹത്വപ്പെടുത്തുക. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ രോഗമുള്ള ഭാഗങ്ങളിൽ ഇന്ന് രാത്രികാല കരങ്ങൾ വെച്ച് നാം ശക്തിയോട് അതിനെ ശാസിക്കുന്നുവെങ്കിൽ ഒരു സ്വർഗീയ വിടുതൽ ഇന്ന് രാത്രികാലം കണ്ടു മടങ്ങുവാൻ സ്വർഗത്തിന് ദൈവമിടയാക്കും. ചൂടാരാമനകതല പൗഡമനക ശ്രദ്ധരാധരവ നമ്മുടെ സമാധാനത്തിനായില്ല ശിക്ഷ അവൻ വഹിച്ചു. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. അത് വന്നു കഴിഞ്ഞിരിക്കുക. സ്തോത്രം. അത് ഏറ്റെടുത്തോണം. ഹല്ലേലൂയ. ഇനി ആ രോഗശക്തിക്ക് നിന്നെ തളർത്തുവാൻ കഴിയുകയില്ല. അത് സ്തോത്ര ശരീരത്തിൽ പൊങ്ങി വരുന്ന മൊഴിയായിക്കൊള്ളട്ടെ, മറ്റെന്തെങ്കിലും പ്രശ്നമായിക്കൊള്ളട്ടെ, സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ള യേശുവിനെ നാമത്തിൽ ഇന്ന് രാത്രികാല രോഗശക്തികള് യേശുവിനെ നാമത്തിൽ വിട്ടുമാറും. അതിൻ്റെ 5-ാം വാക്യം ഒന്ന് വായിച്ചോട്ട്. ദൈവമേ, നീ എൻ്റെ നേർച്ചകളെ കേട്ട് നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം എനിക്ക് തന്നുമിരിക്കുന്നു. നിന്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശത്തെ എനിക്ക് തന്നുമിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. എൻ്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശത്തെ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ, നീ എൻ്റെ നേർച്ചകളെ കേട്ടു. സ്തോത്രം. ആമേൻ. ദൈവത്തിൻ്റെ മുമ്പിൽ നാം നേർന്നാൽ ഹല്ലേലൂയ നിവർത്തിപ്പാൻ ഒരിക്കലും താമസിക്കരുത്. അബദ്ധവശാൽ വന്നു എന്ന് ദൂതൻ്റെ മുമ്പിൽ പറയുവാനിടയാകരുത്. ആമീൻ. സ്തോത്രം. ദൈവത്തിൻ്റെ ദാസന്മാരൊക്കെ കടന്നു വന്നിട്ട് ഇന്ന കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവര് ആമീൻ. സ്തോത്രം. കൈവെക്കാൻ പറയുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പലരും ചാടി കൈവെക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദാസൻ പോയി കഴിയുമ്പോൾ ആ പറഞ്ഞ വിഷയം ഓർക്കത്തില്ല, ദൈവത്തിൻ്റെ ദാസനെ ഓർക്കത്തില്ല. സ്തോത്രം. പ്രൈസ് ലോർഡ്. ദൈവമക്കളെ, നാം നേർന്നാൽ നിവർത്തിക്കാതിരിക്കരുത്. സ്തോത്രം. പ്രൈസ് ലോർഡ്. ആമേൻ. വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. നാം ഒരു കാര്യം ദൈവസന്നിധിയിൽ ഏറ്റാൽ അത് ചെയ്യുവാൻ നാം തയ്യാറാകണം. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത വാക്യം നമുക്ക് വായിക്കാം. ദൈവമേ, നീ രാജാവിൻ്റെ ആയുസ്സിനെ ദീർഘമാക്കും, അവന്റെ സംവത്സരങ്ങൾ തലമുറയോളം ഇരിക്കും. അവനെ എന്നേക്കും ദൈവസന്നിധിയിൽ ആമേൻ അവനെ പരിപാലിക്കണം. ദൈവം വിശ്വസ്തതയും കൽപ്പിക്കണമേ. ആയുസ്സിനെ ദീർഘമാക്കി തരുന്ന ഒരു ദൈവമാണ്. ആമീൻ. സ്തോത്രം. സ്വർഗത്തിലെ ദൈവം ഹിസ്കിയാവിന് ആമീൻ സ്തോത്രം മരണകരമായ രോഗം പിടിച്ചു. സ്തോത്രം. വായിച്ചാട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം. ഹിസ്കിയാവിന് മരിക്കത്തക്ക ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഒരുപക്ഷെ ദൈവം അയച്ച പ്രവാചകനായിരിക്കാം വന്നിട്ട് സ്തോത്രം ഹല്ലേലൂയ ഈ കാര്യം നടക്കുകയില്ല എന്ന് നിന്നോട് പറഞ്ഞാലും സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നീ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നീതിമാനാണെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി നന്മ ചെയ്തവനാണെങ്കിൽ ആമേൻ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആമേൻ വിടുതൽ തരുന്ന ഒരു ദൈവമാണ്. വായിച്ചാട്ട്. ആമേൻ. സ്തോത്രം. ദൈവം അയച്ചിട്ടാണ് യെശയ്യാ പ്രവാചകൻ ചെന്ന് പറയുന്നത്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകയില്ല. സ്തോത്രം. അപ്പോൾ ഹിസ്കിയാ ചെയ്തെന്താ? അയ്യോ യഹോവേ. അപ്പോൾ
അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിനോട് നേരെ തിരിച്ചു യഹോവയോട് പ്രാർത്ഥിച്ചു. ആമേൻ. മറ്റുള്ളവരെ ഫേസ് ചെയ്യുവാൻ പോലും ആമേൻ തനിക്ക് കഴിയാത്ത ഒരവസ്ഥ. സ്തോത്രം. ഹല്ലേലൂയ. മറ്റുള്ളവരെ നോക്കുവാനോ പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാനോ കഴിയാത്ത ഒരവസ്ഥയാണ് ആമേൻ ഹിസ്കിയാവിൻ്റെ ജീവിതത്തിൽ. ഹല്ലേലൂയ. വായിച്ചാട്ട്, നീ മരിച്ചു പോകും, സൗഖ്യമാകയില്ല എന്ന് യഹോവ അരുളി ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന് നേരെ തിരിച്ചു യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും. അതാണ് പോയിന്റ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഹിസ്കിയാവിന് പ്രാഗൽഭ്യത്തോട് പറയുവാൻ കഴിയും, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞ് ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഹിസ്കിയാവിനെ പോലെ പ്രാഗൽഭ്യത്തോടെ ആമീൻ ദൈവമേ, ഞാൻ നിനക്ക് പ്രസാദമുള്ളത് ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു. ആമേൻ. ഞാൻ വിശ്വസ്തയോടെ ആയിരുന്നു നിന്റെ സന്നിധിയിൽ നടന്നത്, ഏകാഗ്ര ഹൃദയത്തോടു കൂടി ആയിരുന്നു നിന്റെ സന്നിധിയിൽ ഞാൻ ആയിരുന്നത് എന്ന് പറഞ്ഞ് സ്തോത്രം വളരെ കരഞ്ഞു. ഇന്ന് രാത്രി കാലം കരയുന്ന ദൈവത്തിൻ്റെ പൈതലേ, സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ വിഷയങ്ങൾക്ക് മറുപടി തരുവാൻ ഹിസ്കിയാവിൻ്റെ ആയുസ്സിന് 15 വർഷം കൂടെ നീട്ടിക്കൊടുക്കുവാൻ കഴിവുള്ളവനായ ദൈവം ഇന്ന് രാത്രിക്കാലം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. നിന്റെ വിഷയത്തിന്മേൽ നിനക്കൊരു എക്സ്റ്റൻഷൻ തരുവാൻ മതിയായവനായ കർത്താവ് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. നിന്നെ വിടുവിപ്പാൻ കഴിവുള്ളവർ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ആര് നിനക്കെതിർ നിന്നാലോ ആമേൻ സ്തോത്രം, എതിർ നിൽക്കുന്നവരെ തകർത്തു മാറ്റുക. നിന്റെ ശത്രുക്കളുടെ മുമ്പിൽ നിനക്ക് മേശയൊരുക്കുന്ന ഒരു ദൈവം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഈ രാത്രി കാലം ഏൽപ്പിക്കാൻ അവസാന വാക്യം ഒന്ന് വായിച്ചാട്ട്. അങ്ങനെ ഞാൻ തിരുനാമത്തെ എന്നേക്കും കീർത്തിക്കും, എൻ്റെ താഴ്ചകളെ നാൾതോറും കഴിയുകയും ചെയ്യും. തിരുനാമത്തെ കീർത്തിക്കുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ വിടുതലുകൾ ആമേൻ സമയങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് കരഞ്ഞ് അപേക്ഷിച്ചപ്പോൾ ആമേൻ ദൈവം വിടുവിച്ച വിടുതലുകളെ ആമേൻ കീർത്തിക്കുവാൻ എന്നൊക്കെ വേണം. ദൈവത്തിൻ്റെ നാമത്തെ എവിടെയെല്ലാം ഉയർത്തുവാൻ കഴിയുമോ അവിടെയെല്ലാം ഉയർത്തുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കുഞ്ഞുങ്ങൾ മുന്നോട്ട് കടന്നു വന്ന വാക്യങ്ങൾ പറഞ്ഞതിന് ശേഷം അറിയ സഹോദരി സഹോദരന്മാർക്ക് സാക്ഷ്യത്തിനുള്ള സമയമുണ്ട്. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. The night is far gone and the day is at hand, so let us cast off the works of darkness and put on the armor of light. Praise Lord. Whoever dwells in the shelter of the Most High will dwell in the shadow of the Almighty. Praise Lord. Thank you, Lord, for a wonderful day. Thank you, Lord, for helping me. Surely He will save you from foul's snare and from deadly pestilence. He will cover you with His feathers, and under His wing you will find refuge. Praise Psalms 91, verse
1-2. Please pray for me and my parents. Praise the Lord. ആമേൻ. Those who look to him are radiant, but their faces shall never be ashamed. Psalms 34 verses 5. Please pray for me and my family. ഹല്ലേലൂയ. Revelation 22 verse 13. I am the Alpha and the Omega, the beginning and the end, the first and the last. സ്തോത്രം. Praise the Lord. I am Alpha and the Omega, the beginning and the end, said the Lord, which was and which is to be praised, the Almighty. Revelation 1 verse 8. Praise the Lord. Luke 4 verse 12. And Jesus answered him, it is said, you shall not put the Lord your God to a test. Please pray for me and my family. ആമേൻ. Praise the Lord. ആമേൻ. Praise the Lord. 1 Corinthians 2 verses 9. No assassin, my has concealed that Lord has prepared for those who love me. Please pray for me and my family. Praise the Lord. Praise the Lord. Praise the Lord. Therefore now no condemnation to them which are in Christ Jesus. Roman 8 verses 1. Please pray for me. Praise the Lord. One Lord, one faith, one baptism. Ephesians 4 verses 5. Please pray for me. Please pray for me and my family. Praise the Lord. Rejoice in the Lord always. I will say rejoice. Please pray for me and my family. ആമേൻ. Psalms 121 verse 1. I lift up your eyes to the hill from whence comes my help. My help comes from the Lord who made heaven and earth. ആമേൻ. Blessed that they keeps the testimony and seek with their whole heart. Psalms 119 verse 2. Praise the Praise Lord. Lord. Romans 13 verses 12. The night is far gone and the day is at hand, so let us cast off the works of darkness and put on the armor of light. ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ തലമുറയിൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി അഭിഷക്തരായി സ്വർഗീയ ജ്ഞാന ബുദ്ധിയും അഭിഷേകവും ആരോഗ്യവും ബലമുള്ള കുഞ്ഞുങ്ങളായി കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്നവരായി തീരുവാൻ സ്വർഗത്തിലെ എല്ലാ മക്കളെയും ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും സഹായിക്കേണ്ടതിനായി കരമുയർ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ ജീസസ്. സാക്ഷ്യം പറയാനുള്ളവർ പെട്ടെന്ന് Amen. Hallelujah. Amen. Hallelujah. ഞാനേതുമില്ല, ഞാനൊന്നുമില്ല, ഞാനാകുന്നതോ കൃപയാ. ഞാനേതുമില്ല, ഞാനൊന്നുമില്ല, ഞാനാകുന്നതോ കൃപയാ. എന്നാരോഗ്യവും എന്നന്മകളും എന്നുയർച്ചകളും കൃപയാ. എന്നാരോഗ്യവും എന്നന്മകളും എന്നുയർച്ചകളും കൃപയാ. ഞാനേതുമില്ല, ഞാനൊന്നുമില്ല, ഞാനാകുന്നതോ കൃപയാ. ഞാനേതുമില്ല, ഞാനൊന്നുമില്ല, ഞാനാകുന്നതോ കൃപയാ. എന്നാരോഗ്യവും എന്നന്മകളും ഉയർച്ചകളും കൃപയാ. എന്നാരോഗ്യവും എന്നന്മകളും എന്നുയർച്ചകളും കൃപയാ.
കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. സ്തോത്രം. അത്യുന്നതമായ പാറയെങ്കിലേക്ക് കർത്താവ് നമ്മെ കൂട്ടിക്കൊണ്ടുവന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവിൽ വിശ്വാസമുള്ളവരായി അവനെല്ലാം ആശ്രയിച്ചുകൊണ്ട് മുന്നേറുവാൻ കർത്താവ് നമ്മെല്ലാവരെയും ശക്തീകരിക്കട്ടെ. ആമീൻ. സ്തോത്രം. രാത്രികാലം സാക്ഷ്യവാചനയിൽ കൂടെ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചുള്ള എല്ലാ വിഷയങ്ങളെയും സ്തോത്രത്തോടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വീണ്ടും ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ആമീൻ. സ്തോത്രം. വിടുതൽ ലഭിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുക. വിടുതൽ ലഭിക്കുവാനുള്ള വിഷയങ്ങൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കുടുംബങ്ങൾ പലരുടെയും വിഷയങ്ങളുണ്ടല്ലോ, അതിന്മെല്ലാം കർത്താവ് നടകൊള്ളേണ്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അർപ്പിക്കപ്പെട്ട സ്തോത്ര കാഴ്ചയ്ക്കായി ദശാംശത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. അമർത്തിക്കുലുക്കി വലിയൊരളവിൽ കർത്താവ് മടിയിൽ കൊടുത്തെല്ലാവരെയും മാനിക്കേണ്ടതിനായി അനുഗ്രഹിക്കേണ്ടതിനായിട്ട് സ്തോത്രം ചെയ്യാം. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പ്രാർത്ഥിക്കാം. വിഷ്ണു പേര് പ്രാർത്ഥിച്ചായിട്ട്. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്ന അപ്പച്ച, ദൈവം കടന്നു വന്ന സമയം മുതൽ ദൈവം ഈ സമയം വരെ ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ ഞങ്ങൾ ഓരോരുത്തരും നിറച്ച വലിയ കൃപയ്ക്കായി എൻ്റെ ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന അപ്പച്ച. അപ്പച്ചൻ്റെ ദൈവം ഹൃദയമായി ഞങ്ങൾ ഓരോരുത്തരോടും സംസാരിച്ച് വലിയ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്ന അപ്പച്ച. ദൈവ സാന്നിധ്യത്താൽ ഞങ്ങളെ ഓരോരുത്തരും ദൈവം നിറച്ച് വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന അപ്പച്ച. അപ്പച്ചനെ പാടുവാനും പുകഴ്ത്തുവാനും അപ്പൻ്റെ നാമം ഉയർത്തുവാനും എല്ലാം കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെ സഹായിച്ചുള്ള കർത്താവെ. ഇവിടെ ആയിരിക്കുന്ന സകല ജീവിതങ്ങളെ അപ്പച്ചൻ്റെ കരങ്ങളിലേക്ക് തന്നെ താഴ്ത്തിയേൽപ്പിക്കുന്ന അപ്പച്ച. രോഗത്താൽ ആയിരിക്കുന്ന ഭാരത്താലായിരിക്കുന്ന ജീവിതങ്ങളുണ്ട് കർത്താവെ. തൻ്റെ മക്കൾക്ക് കർത്താവ് പൂർണ്ണമായി സൗഖ്യം കർത്താവിനെ ദൈവം കൽപ്പിച്ചാക്കുന്നു. വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന അപ്പച്ച. കടന്നു വന്നതുപോലെ അല്ല കർത്താവെ, പൂർണ്ണ അനുഗ്രഹം പ്രാപിച്ച് കർത്താവെ പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് കടന്നു പോകാൻ ദൈവം സഹായിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന അപ്പച്ച. അപ്പത്തിൻ്റെ വചനത്തിൽ പറഞ്ഞ പോലെ നിന്റെ ഭാരം എൻ്റെ മേൽ ചുമൽ വെച്ചുകൊള്ളുക എന്ന് പറയുന്ന പോലെ ഞങ്ങളുടെ ഭാരം എൻ്റെ ദൈവത്തിന് ചുമൽ വെക്കുമ്പോൾ കർത്താവ് പൂർണ്ണമായി ദൈവം ചുമന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായി സൗഖ്യം കൽപ്പിച്ചാക്കുന്ന വലിയ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്ന അപ്പച്ച. ദേവദാസനായി പ്രാർത്ഥിക്കും ദൈവം തൻ്റെ ദാനിയിൽ കൊടുക്കുന്ന ദൈവം ഞങ്ങളോട് ഹൃദയമായി സംസാരിച്ച് വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന അപ്പച്ച. സ്തോത്ര കാഴ്ചക്കായിട്ട് പ്രാർത്ഥിക്കും ദൈവം ദൈവം ഇരട്ടയായ ദൈവം തന്മകൾക്ക് ഓരോരുത്തരും പകരം നൽകുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന അതിലേക്ക് കൈനീട്ടുവാൻ കഴിയാത്ത ജീവിതങ്ങളുണ്ട് കർത്താവ്. തന്റെ മക്കൾക്ക് ദൈവമേ പൂർണ്ണമായ ദൈവമേ അപ്പച്ചനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. ദൈവസ്ഥാനത്ത് മറവിൽ കർത്താവ് ഓരോ നിമിഷമായി തീരുവാൻ ഞങ്ങൾ ഓരോരുത്തരും സഹായിക്കുന്നു. വലിയ കൃപയ്ക്കാൻ ഞങ്ങൾ നന്ദി പറയുന്ന അപ്പച്ച. അല്പസമയം കൂടെ അപ്പച്ചനെ പാദപ്പെടുത്തലായിരിക്കുമ്പോൾ തിരുസാന്നിധ്യം കൃപയും ഞങ്ങളോട് കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു. വലിയ കൃപയ്ക്കാൻ ഞങ്ങൾ നന്ദി പറയുന്ന അപ്പച്ച. ഞങ്ങൾ മടക്കിയ യാത്രയിലെല്ലാം തിരുസാന്നിധ്യം കൃപയും കൂടിരുന്ന് ഞങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. ഈ ഒരാഴ്ചക്കാലം കർത്താവ് ഞങ്ങൾക്ക് ദൈവം ആവശ്യമായ മന്നേനെ ദൈവം ഞങ്ങൾക്ക് നൽകിയ വലിയ കൃപയ്ക്കായി ഞങ്ങൾ ഒരിക്കലും കൂടി നന്ദി പറയുന്ന അപ്പച്ച. ഞങ്ങൾ ബലപ്പെടുത്തണം, ശക്തീകരിക്കണം, തിരുസാന്നിധ്യം കൃപയും ഞങ്ങളോട് കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. സർവ്വതമാന മഹത്വം അപ്പച്ചനെ പ്രാർത്ഥന യാചനയും കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തു നാമത്തിൽ ചോദിക്കുന്നു. കൃപയുടെ കെട്ടുത്തരം മരണം സ്വർഗ്ഗത്തിലെ ഞങ്ങളുടെ പിതാവേ. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്താണിരിക്കാം. സ്തോത്രം. ഇനി എത്ര മിനിറ്റൂടെ പോവാം? 7 മിനിറ്റൂടെ. പ്രൈസ് ലോർഡ്. അങ്ങനെയെങ്കിൽ അങ്ങനെ 7 പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഒരു വാക്യം വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം ഒന്ന് വായിച്ചിട്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇതാ നമ്മുടെ ദൈവം, അവനെ അത്രേ നാം കാത്തിരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന് കാത്തിരിക്കുന്നവര് ഈ രാത്രികാലം
കൂടി വന്നിരിക്കുന്ന ദൈവമക്കളിൽ എത്ര പേര് ദൈവമേ എന്നോട് സംസാരിക്കണമേ, ദൈവമേ എന്നോട് ഇടപെടുമാറാകണമേ, ആമീൻ, ദൈവമേ നിൻ്റെ കൃപ എൻ്റെ മേൽ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മുടെ കർത്താവ് വരാൻ സമയമെടുത്തിരിക്കുകയാണ്. സ്തോത്രം. നമ്മെ രക്ഷിപ്പാൻ കഴിയുന്നത് നമ്മുടെ കർത്താവിന് മാത്രമാണ്. ലോകശക്തികൾക്കോ ലോക നേതാക്കന്മാർക്കോ, ആമീൻ സ്തോത്രം, നമ്മുടെ യജമാനന്മാർക്കോ നമ്മുടെ മാതാപിതാക്കൾക്കോ, ആമീൻ നമ്മുടെ സഹോദരങ്ങൾക്കോ അല്ലെങ്കിൽ ലോകത്തിലെ ഏത് ഉന്നതന്മാർക്കോ നമ്മെ രക്ഷിക്കാൻ കഴിയത്തില്ല. എന്തിനത് ഈ അമേരിക്കൻ പ്രസിഡൻ്റായ ട്രംപിന് പോലും നമ്മെ രക്ഷിക്കാൻ കഴിയത്തില്ല. സഹോദരൻ ശവക്കുഴി കാണാതെ അവനെ അതിൽ നിന്ന് വിടുവിക്കുവാൻ, വീണ്ടെടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. നമ്മുടെ രക്ഷ എവിടെ നിന്നാണ് വരുന്നത്? യഹോവയിൽ നിന്ന് വരുന്നു. സ്തോത്രം. കാണാതെ എന്നേക്കും ജീവിക്കേണ്ടതിന്, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിക്കേണ്ടതിന്, അവനെ വീണ്ടെടുക്കുവാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയത്തില്ല. സ്തോത്രം. അവരവർ തന്നെ വിചാരിക്കണം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് വീണ്ടെടുക്കപ്പെടണം, എനിക്ക് രക്ഷ പ്രാപിക്കണം. ഹല്ലേലൂയ. എനിക്കൊരു രക്ഷ പ്രാപിക്കുവാൻ ഒരു മാർഗമേ ഉള്ളൂ, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശം കീഴേ 4:12 വായിച്ച അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 12-ാം വാക്യം വായിക്കട്ടെ, ഉറക്കെ വായിക്കട്ടെ, എല്ലാവരും കേക്ക് വായിക്കട്ടെ. സ്തോത്രം. മറ്റൊരുത്തിൽ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അപ്പോൾ അവരവർ തന്നെ വിചാരിച്ചോണം. എന്താ വിചാരിച്ചോണം? എനിക്ക് രക്ഷപ്പെടുവാൻ ഒരു മാർഗമേ ഉള്ളൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമീൻ. ആ ദൈവത്തെയാണ്, നമ്മുടെ ദൈവത്തെ, നമ്മുടെ രക്ഷയുടെ പാറയെയാണ് നാം കാത്തിരിക്കുന്നത്. സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്, യഹോവേ ഞങ്ങളോട് കൃപയുണ്ടാകണമേ, ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു. രാവിലെ തോറും നീ അവർക്ക് ഭുജവും കഷ്ടകാലത്ത് ഞങ്ങൾക്ക് രക്ഷയും ആയിരിക്കണമേ. 130-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്, ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. എൻ്റെ ഉള്ളം ഉഷസ്സനായി കാത്തിരിക്കുന്നവരെക്കാൾ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. അവന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു. എൻ്റെ ഉള്ളം എന്തിനായിട്ട് കാത്തിരിക്കുന്നു? യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. അവന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു. വചനത്തിൽ പ്രത്യാശയുള്ളവരായിട്ട് ദൈവമക്കൾ മാറ്റപ്പെടണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ കടന്നു വരുമ്പോൾ മാത്രമേ നമുക്ക് പ്രത്യാശ ഉണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് യാതൊരു പ്രത്യാശയും ഉണ്ടാകത്തില്ല. എപ്പോഴും നാം നിരാശരാകും. വിഷയങ്ങൾ കടന്നു വരുമ്പോൾ നിരാശയിലേക്ക് നാം കടന്നു പോകുവാനായിട്ട് ബ്രദർ സാക്ഷ്യം പറഞ്ഞ് കേട്ടില്ലേ? ആമീൻ സ്തോത്രം. ചില വർഷങ്ങൾക്ക് മുമ്പ് ജീവിതം പോലും ഇല്ലാതാക്കുവാൻ വേണ്ടി ആമീൻ താൻ ശ്രമിച്ചു, എങ്കിലും ദൈവം തന്നെ അവിടെ നിന്ന് വിടുവിച്ചു. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുകൾ നാം ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ, കുടുംബമായി മനുഷ്യൻ ആത്മഹത്യ ചെയ്ത് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, യഹോവയെ കാത്തിരുന്ന് രക്ഷ പ്രാപിക്കുന്ന ജനത്തിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം ഒന്ന് വായിച്ചിട്ട്, അങ്ങനെ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ അവരുമായി കൂടിയിരിക്കുമ്പോൾ, അവരോട് ശിഷ്യന്മാരുമായി കൂടെയിരിക്കുമ്പോൾ യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ആമേൻ സ്തോത്രം.
വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ആ വാഗ്ദത്തം പ്രാപിക്കുവാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എങ്കിൽ ആ വാഗ്ദത്തം നാം പ്രാപിക്കണം. സ്തോത്രം. ആമേൻ. 120 പേര് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആമേൻ സ്വർഗാരോഹണത്തിന് ശേഷം മാളിക മുറിയിൽ കൂടിയിരുന്ന് ദൈവത്തെ പ്രാർത്ഥിച്ച് ആരാധിച്ചപ്പോൾ ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തം ഹല്ലേലൂയ അത് പ്രാപിച്ചെടുക്കുവാൻ നാം കാത്തിരിക്കണം. അത് പ്രാപിച്ചവർ അതിൻ്റെ ശക്തിയെ കൂട്ടുവാൻ വേണ്ടി വീണ്ടും കാത്തിരിക്കണം. കർത്താവിൻ്റെ വരവ് ആമേൻ സ്തോത്രം വരെയും അതിനായി നാം കാത്തിരിക്കണം. ഓരോ ദിവസവും ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ അവന് വേണ്ടി കാത്തിരുന്ന് പ്രാപിക്കേണ്ടതിനെ നാം പ്രാപിക്കണം. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. ഹല്ലേലൂയ. ക്ഷീണിച്ചു പോകാതെ ഓടുകയും തളർന്നു പോകാതെ ആമേൻ നടക്കുകയും ചെയ്യും. നമുക്ക് ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. യഹോവയ്ക്കായി കാത്തിരിപ്പാൻ. ഹല്ലേലൂയ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ശക്തി പുതുകി വരേണം. ഹല്ലേലൂയ. ഈ ദുഷ്ടലോകത്തിൻ്റെ മാലിന്യങ്ങളൊന്നും ഏശാതെ ജീവിക്കണമെങ്കിൽ ഇപ്പോഴുള്ള ശക്തി നമുക്ക് പോരാ. ഇനിയും അധികമായി ശക്തി പ്രാപിക്കണം. അതിനായി ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. ചങ്കിലെ ചോര കൊണ്ടെന്നെ വീണ്ടെടുത്തവനെ വീണ്ടെടുപ്പുകാരാ പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയാ എന്നെയും വീണ്ടെടുത്തു. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയാ എന്നെയും വീണ്ടെടുത്തു. കൃപയേ കൃപയേ വർണ്ണിപ്പാൻ അസാധ്യമേ അത്. കൃപയേ കൃപയേ വർണ്ണിപ്പാൻ അസാധ്യമേ അത്. നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. ശക്തിയാലല്ല കൈയുടെ മേലത്താലല്ല നിന്റെയല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല കൈയുടെ മേലത്താലല്ല നിന്റെയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാ കൃപയാ ദൈവ കൃപയാ നിത്തിടും ദയയാ ദയയാ നിത്യദയയാ. നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. ശക്തിയാലല്ല കൈയുടെ മേലത്താലല്ല നിന്റെയല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല കൈയുടെ മേലത്താലല്ല നിന്റെയല്ലയോ എന്നെ നടത്തിയത്. കോഴിത കുഞ്ഞിനെ ചിറകളിൽ മറയ്ക്കും പോലെ കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വാരിക്കും പോലെ. കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വാരിക്കും പോലെ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വന്ദനകൾ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വന്ദനകൾ. നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. ശക്തിയാലല്ല കൈയുടെ മേലത്താലല്ല നിന്റെയല്ലയോ എന്നെ നടത്തിയത്.
ശക്തിയാലല്ല കൈവേലക്കാരല്ല നിന്റെയല്ലയോ എന്നെ നടത്തിയത് നിന്നത് കൃപയാൽ കൃപയാൽ ദൈവ കൃപയാൽ നെറ്റിലും ദയയാൽ ദയയാൽ നിത്യദയയാൽ നിന്നത് കൃപയാൽ കൃപയാൽ ദൈവ കൃപയാൽ നെറ്റിലും ദയയാൽ ദയയാൽ നിത്യദയയാൽ നിന്നത് കൃപയാൽ കൃപയാൽ ദൈവ കൃപയാൽ നെറ്റിലും ദയയാൽ ദയയാൽ നിത്യദയയാൽ യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി ശക്തിയാലല്ല കൈവേലക്കാരല്ല നിന്റെയല്ലയോ എന്നെ നടത്തിയത് ശക്തിയാലല്ല കൈവേലക്കാരല്ല നിന്റെയല്ലയോ എന്നെ നടത്തിയത് നിന്നത് കൃപയാൽ കൃപയാൽ ദൈവ കൃപയാൽ നെറ്റിലും ദയയാൽ 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 നിന്നത് കൃപയാൽ കൃപയാൽ ദൈവ കൃപയാൽ നെറ്റിലും ദയയാൽ ദയയാൽ നിത്യദയയാൽ രാത്രികാലം കേട്ട ദൈവത്തിന്റെ വചനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് രാത്രികാലം മടങ്ങി പോകാം. നമുക്ക് പ്രാർത്ഥിക്കാം. സൈജ് പേർ പ്രാർത്ഥിച്ചാട്ട് സ്വർഗസ്ഥ പിതാവാം കർത്താവേ, സമ്പൂർണ്ണ അടിയങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് വേണ്ടി താഴ്ത്തി വലിയ സ്ഥിര സാന്നിധ്യത്തിന് മറുകളിലടിയും മറച്ചു കർത്താവേ, അങ്ങേ പാടി സ്തുതിപ്പാനും ആരാധിപ്പാനും തിരുവചനം കേൾക്കുവാനും ഒക്കെ ഈ സ്വർഗോടിയങ്ങൾ കൃപ ചെയ്തതിനാൽ നന്ദിയോട് സ്തുതിക്കുന്നു. ഞങ്ങളുടെ വരവേറ്റവും അടുത്തിരിക്കുന്ന കർത്താവേ, അടിയങ്ങൾ അനുനിമിഷം വിശുദ്ധരായി വിശുദ്ധിയെ പുതുക്കിക്കൊണ്ട് ജീവിപ്പാൻ അടിയങ്ങളെ ഓരോരുത്തരെയും സാക്ഷ്യവാചകങ്ങൾ കൂടെ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചിട്ടുള്ളവരെയും അവൻ വിടുതലിന്റെ സാക്ഷികളെ അങ്ങ് ജീവിക്കുന്ന ദൈവം ഹല്ലേലൂയ സഭാമധ്യേ സാക്ഷ്യപ്പെടുത്തുവാൻ എല്ലാവർക്കും കർത്താവേ അനുഗ്രഹവും ആശ്വാസവുമായി തീരുവാന് പ്രത്യാശയെ പുതുക്കുന്നതിന് കാരണമായി തീരുവാൻ സ്വർഗ്ഗം കൃപ ചെയ്തതിനാൽ സ്തോത്രം. വരും ദിവസങ്ങൾ കർത്താവ് അടിയങ്ങളെ നിലനിർത്തുമാറാകണമേ. താണുപോകാതെ വീണുപോകാതെ ശത്രുവിന്റെ കയ്യിൽ അകപ്പെടുവാൻ ഇടയാകാതെ സ്വർഗ്ഗമടികളെ ഓരോരുത്തരെയും തിരുക്കരത്തിൽ വഹിച്ചുകൊള്ളുന്നതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു. സഭാ ശുശ്രൂഷനെ കുടുംബമായി വീണ്ടും തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ശക്തമായ അധികമായി ആമേൻ അങ്ങ് ഉപയോഗിക്കണമേ. ആരോഗ്യത്തോടെ ബലത്തോടെ നിർത്തുമറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയെ എല്ലാവരെയും തിരുനാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വരാൻ കഴിയാതെ വിവിധ സാഹചര്യങ്ങളായിരിക്കുന്നവരും അങ്ങയാൽ അനുഗ്രഹിക്കപ്പെട്ട അധികമായി വീണ്ടും താഴ്ത്തി സമർപ്പിക്കുന്നു. വരും ദിവസങ്ങളിൽ നടക്കുന്ന മീറ്റിംഗുകളെയൊക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലോ, ദേശത്തിൽ വലിയ വിടുതലായി അങ്ങയുടെ സാന്നിധ്യം സഭയിൽ വെളിപ്പെടുന്നതിനാൽ നന്ദിയോടെ സകല മാനവും മഹത്വവും എല്ലാ പുകഴ്ചയും യേശുവിന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാം മനസ്സലിവുടയ മഹോന്നത പരനെ വന്ദനം മനസ്സലിവുടയ മഹോന്നത പരനെ വന്ദനം സകല ബുദ്ധിയെയും കവിഞ്ഞ ദൈവത്തിന്റെ സമാധാനം ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കടന്നുപോകുന്ന ജനത്തോടും ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്ന് വരുന്നേക്കും കർത്താവിൻ്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഒരുക്കപ്പെട്ട ദൈവഞ്ഞാണ്ട് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. നമുക്ക് സമാധാനത്തോടെ